ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. നെടുവത്ത് നഗർ അംബേദ്കർ സ്മാരക വായനശാല പ്രവർത്തകർ ക്ഷേത്രമുറ്റത്ത് നടത്തിയ നോമ്പുതുറ നവ്യാനുഭവമായി. നെടുവത്ത് നഗർ അംബേദ്കർ സ്മാരക വായനശാല പ്രവർത്തകർ കളത്തിൽ ക്ഷേത്രമുറ്റത്ത് നടത്തിയ സമൂഹ നോമ്പുതുറ നാട്ടുകാർക്ക് നവ്യാനുഭവമായി മാറി. എല്ലാ സമുദായത്തിലും നോമ്പുകളുണ്ട്, എല്ലാവരും നോമ്പ് നോൽക്കുന്നു. അതിലൂടെ മനസ്സും ശരീരവും നന്നാവുകയും മനുഷ്യർ എല്ലാവരും ഒന്നാണ് എന്ന ചിന്തയും കുറച്ചു നാളത്തെ ജീവിതം നോമ്പുകളിലൂടെ ആകട്ടെ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഷമീർ സെവൻസ് പറഞ്ഞു. ഈ ഒത്തുചേരലെല്ലാം തന്നെ ഈ ലഹരിക്കെതിരായിട്ടുള്ള കൂട്ടായ്മകളിലേക്ക് വളരണം എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ നാടിൻ്റെ ആവശ്യം. കാരണം നമുക്കറിയാം, പുതുതലമുറ എന്നുള്ളത് ലഹരി എന്ന് പറഞ്ഞാൽ വെറും ലഹരിയല്ല, രാസലഹരിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ ആകെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ആ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെതിരെ ഇപ്പോൾ സർക്കാരിനോ പോലീസിനോ എക്സൈസിനോ ഒന്നും തനിച്ച് ചെയ്താലൊന്നും ഇതൊന്നും അവസാനിപ്പിക്കാൻ പോകുന്നില്ല. കാരണം നമുക്കറിയാം, ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ UP-യിലും ഗുജറാത്തിലൊക്കെ മദ്യം നിരോധിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു, 10-16 വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ അവിടുത്തെ പെട്ടിക്കടകളിൽ പോലും ചിലപ്പോൾ വേണമെങ്കിൽ മദ്യം കിട്ടാം. കാരണം ആവശ്യക്കാരനുണ്ടോ ആ സാധനം കിട്ടിയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആവശ്യക്കാരനില്ലാത്ത രീതിയിൽ പുതുതലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്, സമൂഹത്തിൽ ബോധവൽക്കരണം ഉണ്ടാകുക എന്നുള്ളതാണ്. യോഗത്തിൽ പ്രസിഡന്റ് സുരേന്ദ്ര സിംഗ് അധ്യക്ഷനായിരുന്നു. മയക്കുമരുന്നിനും രാസലഹരിക്കുമെതിരെ വിവിധ മതങ്ങളിലെ യുവത ഒത്തുചേർന്നുകൊണ്ട് പ്രതിരോധിക്കുകയും പോരാടുകയും വേണമെന്ന് പത്രപ്രവർത്തകനായ ഡി ദിലീപ് സന്ദേശം നൽകി. സെക്രട്ടറി PR രഞ്ജിത്ത്, PM സുബേർ, NK അനീസ്, CK ബിനു, EB സാബു, രാജേഷ് ജോത്സ്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കഴിഞ്ഞ കൊല്ലം വളരെ വിപുലമായി നടത്തി. അതുപോലെ തന്നെ പ്രാവശ്യവും ദേവത്തെ ക്ഷേത്രമുറ്റത്ത് എല്ലാവരും സംസാരിച്ച പോലെ അവിടുത്തെ പാട്ട് കേട്ട് വളർന്നൊരു കാലമുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ആ കാലഘട്ടം ഇപ്പോൾ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ നോമ്പുതുറയുടെ ഈ സാഹചര്യത്തിൽ വന്നപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ഇങ്ങനെ നിന്ന് മറ്റൊരു മതവിശ്വാസത്തിൻ്റെ നോമ്പുതുറ നടക്കാൻ പോകുമ്പോൾ അത് മനസ്സിന് നൽകുന്ന കുളിർമ മറ്റൊന്നാണ്, വേറെ വലുതാണ്. ന്യൂസ് ബ്യൂറോ, അരൂക്കുറ്റി.